2 മാളു വേണ്ടേ? 4 എനിക്ക് 4 കരിമ്പ് ജ്യൂസ്. മാളു നിനക്ക് വേണ്ടേ? 3 നോക്ക് ഉടുപ്പ് നല്ല ടീഷർട്ടല്ലേ? വാ ഒരെണ്ണം വേണ? ഇല്ല, ബോയ്സിന്റെ കളക്ഷൻ അല്ലേ, നിങ്ങൾ ചോദിക്കും. കറുപ്പണ്ണ കാശ് കിട്ടിയിട്ടില്ല. കിട്ടിയ ഉടനെ ഞാൻ എത്തിക്കാം. ഞാൻ കാശൊന്നും മറിച്ചിട്ടില്ല. അണ്ണനെ വിശ്വസിക്കേ. കുറച്ചും കൂടി ലോഡുതാ. ഞാനത് റോൾ ചെയ്ത് ബാക്കി അണ്ണ തരാനുള്ളവരൊക്കെ എല്ലാം ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവരാം. വിശ്വസിക്കണം, എത്ര വർഷമായിട്ട് നമ്മൾ അണ്ണേ ആ കരിമ്പൊക്കെ വലിച്ചൂരി എടുത്തിട്ടേ കുത്തി കയറ്റിക്കൊട്. ആ പാലൊക്കെ ഊറി ഇറങ്ങട്ട്. കണ്ടിട്ട് നല്ല ദാഹമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നണം. എനിക്കും നല്ല ദാഹം. ഒന്ന് മാറി നിൽക്കോ? അനി ഞാൻ നിന്റെ തലയിലൊന്നും അല്ലല്ലോ കയറിയിക്കണേ. അതെ, ഇവിടെ അടുത്ത് എനിക്കൊരു റൂമുണ്ട്. കൂടെ വരികയാണെങ്കിൽ 2 മണിക്കിനകത്ത് ഇവിടെ തന്നെ കൊണ്ടാക്കി തരാം. കിഡ്ലം പെർഫോമൻസ് ആണെങ്കിൽ നല്ല കാശും തരാം. എന്താണ് ഇതിനെ കുറിച്ച് അയാളോട് ചോദിച്ചു നോക്കാം. നീയൊക്കെ എവിടെയാണെങ്കിലും പണി ഞാൻ തന്നിരിക്കും, സൂക്ഷിച്ചോ. കോപ്പം വേണ്ട. നീ എന്താണ് ഇവിടെ കാണിച്ചേ? ബസ് സ്റ്റാൻഡിൽ ഒരുത്തൻ, ഇവിടെ വേറെ ഒരുത്തൻ. എനിക്ക് എന്തിന്റെ ആവേശമാണ്? എനിക്ക് മടുത്ത്. എന്താ നിന്റെ ഉദ്ദേശം ലച്ചു? ചേട്ടാ വെച്ചോ. എന്താ നോക്കിക്കണേ? പോവാ. എന്താന്നും മിണ്ടാതെ നിന്നെ നാറങ്ങി പോയോ? ഓരോരോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിന്റെ വള്ളി പിടിക്കാൻ ഞങ്ങളും ഇപ്പൊ സ്ഥിരം പരിപാടി ആയല്ലോ. നീ വണ്ടി നിർത്ത്. അങ്ങനെ ഇത്ര കഷ്ടപ്പെട്ട് എന്നെ ഒരുത്തമാര് സഹിക്കേണ്ട ആവശ്യമില്ല. വണ്ടി നിർത്തി, അല്ലെങ്കിൽ ഞാനിപ്പോ ചാടും. നിനക്കെന്താ പ്രാന്തായോ ചോടുന്ന വണ്ടി തടിച്ചാടാൻ? അവൾക്ക് പ്രാന്ത. അപ്പൊ ഞാൻ പറയുന്ന പ്രശ്നം അവള് കാണിക്കുന്നല്ല. എന്ത് കാണിച്ചതാ? എന്തെങ്കിലും കാരണല്ലാതെ അവൾ അങ്ങനെ ചെയ്യോ? ചങ്ങു നീ ചോദിച്ചോ? നിനക്കൊന്ന് ചോദിച്ചിട്ട് മെക്കിട്ടി വരെ പോരെ? അത്ര വലിയ സംഭവം പറ. എനിക്കിപ്പോ പറയാൻ സൗകര്യമില്ല. എന്നെ ഇവിടെ തന്നെ വിട്ടോ, ഞാൻ പൊക്കോളാം. ആരൊന്നും പറയുന്നില്ല, ഒന്നും പറയാൻ വേണ്ട. നീ നേരെ വണ്ടി ഓടിക്കും. എടാ ബാക്കിൽ നിന്ന് 16 പണി പറഞ്ഞിട്ടോ. എടാ നോക്കണം. എന്റെ കൈവിട്ടെ. ഞാനായിട്ടുണ്ടാക്കിയ ഇഷ്യൂ എനിക്ക് എന്നെ സോൾവ് ചെയ്യാൻ അറിയാം. ഒറ്റൊരാൾ ഇവിടെ ഇറങ്ങി പോരുത്. എന്താടി എന്റെ കുഴപ്പം? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ.
അതാണ് അവിടെ സംഭവിച്ചത്. ഇപ്പൊ ചേട്ടന്റെ പെങ്ങളോടാണ് ഈ വഴി പോകുന്ന ആരെങ്കിലും ഇങ്ങനെ പെരുമാറെങ്കിൽ ചേട്ടൻ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ശരിയാണോടാ? സോറി മോളെ, ഞാൻ കാര്യം എന്താണെന്നറിയാതെ ഇവന്റെ കൂടെ കയറി വന്ന. മോള് പൊക്കോ. വണ്ടി എടുക്കും. സോറി ബ്രോ, എനിക്ക് കാര്യം എന്താണെന്ന് അറിയില്ലായിരുന്നു, അതുകൊണ്ടാ. ഒന്നും തോന്നല്ലേ. പോട്ടെ, കാണാം. പോയിക്കോട്ടെ. അവളോട് ചോദിക്കേ. നീ ചോദിക്ക. നീ ചോദിക്കേ. ചോദിക്കടാ. നീ ഒന്ന് അവളോട് ചോദിച്ചു. ഞാൻ ചോദിക്കില്ല, നീ പോടാ. മരിക ചോദിച്ചാ പോരെ. എന്ത് ചെയ്യണം? അതെ എച്ചു, അത് മറ്റേ പോവല്ലേ. ഡാ നേരെ പോടാ, നീ പോ, നമുക്ക് പോടാ. ഇവിടെ പോ. Hello, ARMB Medical College Student Council. Welcome to my resort. ഹായ്. നിങ്ങളുടെ പ്രിൻസിപ്പൾ എന്നെ വിളിച്ച് എല്ലാ കാര്യം സംസാരിച്ചിട്ടുണ്ടായിട്ടാ. എല്ലാം ഇവിടെ സെറ്റാണ്. വന്നോളൂ. ഓക്കെ. ഈ ഫോമിലൊന്ന് സൈൻ ചെയ്ത് ജസ്റ്റ് ഫോർമാലിറ്റീസ് അത്രേ ഉള്ളൂ. ഞാനും നിങ്ങളുടെ പ്രിൻസിപ്പളും തമ്മിൽ ക്ലാസ്മേറ്റാ. അവനും ഫാമിലിയായിട്ട് ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. രണ്ടെണ്ണം അങ്ങോട്ട് കാച്ചു. രാമുവേ, ഇവർക്ക് ആ റൂം ഒന്ന് കാണിച്ചു കൊടുത്തേ. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വാ. ഡേയ് വാടാ, അവൾ ഓക്കെ ആവും. ഡാ ശങ്കു വാ. ഡെസ്പാലടാ, വാടാ. എന്നാ ഇത് കുടി, എല്ലാം ഓക്കെ ആവും. ഇത് കുടിയടാ. ഞാൻ ലച്ചുനോട് സംസാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല. ഒരു കാര്യം ചെയ് ചക്കു, നീ തന്നെ പോയി സംസാരിച്ചു നോക്ക്. ഞാൻ പോയി സംസാരിക്കട്ടെ എന്നാ. ഇപ്പൊ സോൾവ് ആക്കിയേ പറ്റൂ. അവൻ പോട്ട്, നീ കുടിച്ചോ. ലച്ചു, ലച്ചു, എന്തോന്നും മിണ്ടാത്തെ? അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? എന്താ അതിന് മാത്രം എന്താ ഉണ്ടായെന്നോ? ഇത്ര നേരം ഉണ്ടായിട്ട് ഇപ്പോഴാണോ ചോദിക്കുന്നത് എന്തോ ഉണ്ടായെന്നോ? നിന്റെ പഞ്ചറ ഡയലോഗ് കൊണ്ടിന്റെ അടുത്ത് വന്നോണ്ടല്ലോ. ലച്ചു, എടാ ഞാൻ വണ്ടി വെച്ച് ഇത്തിരി ഓവറായി പോയി. സോറി ലച്ചു, ഒന്ന് ക്ഷമിക്ക്. നിന്നോട് ഞാൻ ചോദിക്കണമായിരുന്നു നീ എന്തിനാ അവനെ തല്ലിയെന്ന്. പക്ഷെ ആ സമയത്ത് ലച്ചു എല്ലാം കൂടി എനിക്ക് പറ്റിയില്ല. എൻ്റെ കയ്യിൽ നിന്ന് പോയി എല്ലാം കൂടി ആയപ്പോൾ. നീ എന്നെ എന്ത് വേണേ ചെയ്തോ. അറ്റ്ലീസ്റ്റ് ഒന്ന് മിണ്ട് ലച്ചു. പ്ലീസ് ലച്ചു ഒന്ന് വരാം. പ്ലീസ് ലച്ചു. എന്താ അവിടെ? ഒന്നുമില്ല. അവനൊന്ന് ചിണുങ്ങുന്നു. ഒന്ന് പോടാ.